ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ഡേ 27 ലൈവ് എക്സാമുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോ എവിടെ പോയി? ആരും എത്തിയില്ല എക്സാമിന്? നിങ്ങൾ ഡേ 26 ഞാൻ 27 പഠിക്കേണ്ട ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് തന്നിരുന്നു. അപ്പൊ ആ ടോപ്പിക്സ് എല്ലാം വൃത്തിയായി പഠിച്ചു കാണും എന്ന് വിചാരിക്കുകയാണ്. അപ്പോ നിങ്ങളോട് എന്നും പറയാറുള്ള പോലെ തന്നെയാണ് നമ്മുടെ ചാനൽ അറിവിന്റെ പേടകം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അത് മാത്രമല്ല, തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും ക്ലാസ്സുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി തന്നെ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നിന്ന് വെറുതെ സമയം കളയുന്നില്ല, നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് നേരെ കടക്കാം. നമ്മുടെ ചാനൽ അറിവിന്റെ പേടകം, നമ്മുടെ പ്രസിന മാമിന്റെ ചാനലാണ് അറിവിന്റെ പേടകം അല്ലെ. ഇത് നമ്മുടെ ശ്രീ ലേണിംഗ് ആപ്പ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം. നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെയും അതുപോലെ തന്നെ അറിവിന്റെ പേടകത്തിലെയും എല്ലാ പെയ്ഡ് ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്പ് ആണ് ഈ ഒരു ശ്രീ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഡേ 27 എന്തൊക്കെയാണ് ഇന്ന് പഠിച്ചു വന്നിരിക്കുന്നത് നോക്കാം. ഇന്ന് 1956 ശേഷമുള്ള സാമൂഹിക രാഷ്ട്രീയ ചരിത്രം, ജിയോഗ്രഫിയിൽ നിന്ന് വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, എക്കണോമിക്സിൽ നിന്ന് ധാതുക്കൾ, മാത്സിൽ നിന്ന് സമയവും ദൂരവും, മലയാളത്തിൽ നിന്ന് പര്യായ പദങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എക്സാം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നാളെ ഡേ 28 ആണ്. ഡേ 28 നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഹിസ്റ്ററിയിൽ നിന്ന് ഫ്രഞ്ച് വിപ്ലവം, കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചാണ്. സയൻസിൽ നിന്ന് താപം, താപനില, വിവിധതരം തെർമോമീറ്ററുകൾ, ഇംഗ്ലീഷിൽ നിന്ന് സിംഗുലർ ആൻഡ് പ്ലൂറൽ ആൻഡ് ദ ചേഞ്ച് ഓഫ് ജെൻഡർ. ഇതാണ് നമ്മൾ നാളെ പഠിക്കാനായിട്ട് പോകുന്നത്. തുടങ്ങല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ഡേ 27 എത്തി. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചാലിയാർ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. അല്ലെ, നമുക്ക് ആദ്യം പഠിക്കാനുണ്ടായിരുന്ന ടോപ്പിക് ആണ് അല്ലെ, നമ്മൾ ആദ്യം പറഞ്ഞ ടോപ്പിക് ആയിരുന്നു 1956 ശേഷമുള്ള പ്രധാനപ്പെട്ട കേരളത്തിൽ ഉണ്ടായ മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങളാണ് അല്ലെ. പ്രസീന മിസ് മാം ഉണ്ട് കേട്ടോ, മാം വരും, ക്ലാസ്സിലേക്ക് വരുന്നതായിരിക്കും, മാമിന് കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ പ്രസ്താവന, കേരളത്തിൽ വായു ജല മലിനീകരണത്തിനെതിരായി നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ് ഇത്. ശരിയാണോ? ചാലിയാർ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ആദ്യത്തെ പ്രസ്താവന കേരളത്തിൽ വായു ജല മലിനീകരണത്തിനെതിരായി നടന്ന ആദ്യത്തെ പ്രക്ഷോഭം ആണ്. ശരിയാണോ? ശരിയാണ്. ചാലിയം പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കരാറാണ് രാമനിലയം കരാർ. രാമനിലയം പാക്ട് അല്ലെങ്കിൽ രാമനിലയം കരാർ എന്തുമായി ബന്ധപ്പെട്ടതാണ്? അത് ചാലിയം പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചാലിയാർ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ലാഹ ഗോപാലൻ. ശരിയാണോ? ലാഹ ഗോപാലൻ ആണോ? അല്ല. ചാലിയാർ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? KA റഹ്മാൻ. ആരാണ്? ലാഹ ഗോപാലൻ അല്ല, KA റഹ്മാൻ ആണ് ചാലിയാർ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട മുൻനിരയിൽ ഉണ്ടായിരുന്ന നേതാവ്. പ്രക്ഷോഭത്തെ തുടർന്ന് ഗ്വാളിയാർ റയോൺസ് ഫാക്ടറി പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടി. ശരിയല്ലേ? അതും ശരിയായ പ്രസ്താവനയാണ്. ആരൊക്കെയോ ആൻസർ പറഞ്ഞിട്ടുണ്ട്. സജിത്ത്, സുമയ്യ, ഗൗരി ലച്ചു, സുനിൽ, എല്ലാവരും ശരി ഉത്തരാണ് പറഞ്ഞത്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ചാലിയാർ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രസ്താവനകൾ അല്ലെ. ഏതൊക്കെയാണ് ശരിയായ ഉത്തരം? 1, 2, 4 നമ്മുടെ ഉത്തരം ഓപ്ഷൻ A ആണ് ശരി. 1, 2, 4 മാത്രം ശരിയാണ് അല്ലെ. എവിടെയാ ചാലിയാർ? അതായത് നമ്മൾ കേരളത്തിലെ മുന്നേറ്റങ്ങൾ പഠിക്കുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാനാകാത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള പ്രക്ഷോഭം തന്നെയാണ് ചാലിയാർ എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ചാലിയാർ പ്രക്ഷോഭം ഒരിക്കലും നമുക്ക് പഠിക്കാതിരിക്കാൻ സാധിക്കില്ല, അത്ര ഇമ്പോർട്ടന്റ് ആണ്. ചാലിയാർ പ്രക്ഷോഭം നടന്ന ജില്ല ഏതാണ്? അത് കോഴിക്കോടാണ് അല്ലെ. നമ്മുടെ KA റഹ്മാൻ ആണ്
ഈ ഒരു ചാലിയാർ സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ അദ്രേയി എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് KA റഹ്മാൻ അല്ലെ. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വായു ജല മലിനീകരണം ഒരുപാട് കൂടി. ആ മലിനീകരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും അവിടെയുള്ള ജനങ്ങളെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഫാക്ടറി 2001 അടച്ചു പൂട്ടുകയുണ്ടായി. 2001 ഈ ഫാക്ടറി എന്ത് ചെയ്തത്? അടച്ചു പൂട്ടിയത്. ഓക്കെ, അതും കൂടി ഒന്ന് ഓർക്കുക. കോഴിക്കോട് ജില്ലയാണ്. ഏത് ജില്ലയാണ്? കോഴിക്കോട് ജില്ലയാണ്. ചാലിയം പ്രക്ഷോഭം നടന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം അല്ലെ. അടുത്ത ചോദ്യം ശരിയായി ജോഡി ചേർക്കുക അല്ലെ. ഈ തന്നിരിക്കുന്ന 4 സിമ്പിൾ ആയിട്ടുള്ള സമരങ്ങളാണ്. ഇവയൊക്കെ എന്ത് ചെയ്യണം? ശരിയായ ജോഡി ചേർക്കണം അല്ലെ. ശരിയായിട്ട് ഇതിന് വേഗം ഒന്ന് മാച്ച് ചെയ്തേ. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. എല്ലാതും ഓർക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ ഉണ്ടായ, പ്രത്യേകിച്ച് 1956 ശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങളും സമരങ്ങളും അവയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവയ്ക്ക് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരുമാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. നോക്കൂ, ഒരണ സമരം, അമരാവതി സമരം, മുത്തങ്ങ സമരം, ചെങ്ങറ ഭൂസമരം. ഇതിക്ക് എല്ലാത്തിനും നേതൃത്വം കൊടുത്ത വ്യക്തികളെയാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. ഏതാണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്? സജിത്, അതുപോലെ തന്നെ അനി ഫോഗറ്റ് എഡിറ്റ്സോ, ഗൗരി ലച്ചു, എല്ലാവരും ശരി ഉത്തരാണ് പറഞ്ഞത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം അല്ലെ. എന്താണ്? ഒരണ സമരത്തിന് നേതൃത്വം കൊടുത്തത് വയലാർ രവിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അല്ലെ. ഇനി അമരാവതി സമരത്തിന് നേതൃത്വം കൊടുത്തത് AKG അല്ലെ, AK ഗോപാലനാണ്. മുത്തങ്ങ സമരം CK ജാനു, നമുക്ക് എല്ലാവർക്കും അറിയാം. ചെങ്ങറ ഭൂസമരത്തിന് നേതൃത്വം കൊടുത്ത നേതാവാണ്, പ്രമുഖനായ നേതാവായിരുന്നു ആര്? ളാഹ ഗോപാലൻ അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആയിരുന്നേ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം നടന്ന വർഷമേതാണ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം നടന്ന വർഷം ഏതാണ്? ഏത് വർഷമാണ് നിൽപ്പ് സമരം നടന്നത്? ഏത് വർഷമാണ് നിൽപ്പ് സമരം നടന്നത്? വേഗം ഒന്ന് കമന്റ് ചെയ്തേ. ആരൊക്കെയോ ഉത്തരം പറയുന്നുണ്ട്. നിൽപ്പ് സമരം നടന്ന വർഷം എപ്പോഴാണ്? ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം നടന്ന വർഷമാണ് 2014. ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ ഒരു നിൽപ്പ് സമരം എവിടെ നടന്നത്? നമ്മുടെ കേരളത്തില് നടന്നത് അല്ലെ. ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ആവശ്യങ്ങളും അവരുടെ താല്പര്യങ്ങളും അല്ലെങ്കിൽ അവരെ ഒരു ന്യൂനപക്ഷമായി മാത്രം കരുതിക്കൊണ്ട് അവർ സമൂഹത്തിൽ നേരിട്ടിരുന്ന പല വിവേചനങ്ങൾക്കെതിരെയുമായിരുന്നു നിൽപ്പ് സമരം നടന്നിരുന്നത് അല്ലെ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അല്ലെ. 1961 എന്താണ്? 1961 അമരാവതി സമരം അല്ലെ. അമരാവതി സമരമാണ് 1961. 2003 മുത്തങ്ങ സമരം അല്ലെ. 2003 മുത്തങ്ങ സമരം. CK ജാനു ആണ് നേതൃത്വം കൊടുത്തത് അല്ലെ. 1958 എന്തായിരുന്നു? അത് ഒരണ സമരമായിരുന്നു. 1958 ഒരണ സമരം നടന്നത്. ഒരണ സമരം നടന്ന വർഷമാണ് 1958. ഓക്കെ അന്ന് കരുതുന്നു കേട്ടോ. അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പ്രക്ഷോഭം ഏതാണ് എന്ന് കണ്ടെത്തുക. ഒരൊറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഇതേപോലെ തന്നെ 1956 ശേഷം കേരളത്തിൽ ഉണ്ടായത് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയായിരുന്നു. പാലക്കാട് ജില്ലയിലാണ് നടന്നത്. 2002 സമരം ആരംഭിച്ചു. മൈലമ്മ ആണ് സമരത്തിന് നേതൃത്വം കൊടുത്തത് അല്ലെ. ആ മൈലമ്മ എന്നുള്ള ഒരു ഒറ്റ എക്സാമ്പിൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒറ്റ സൂചനയുടെ നമുക്ക് നമ്മുടെ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഏതാണ് നമ്മുടെ ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി ആണ് പ്ലാച്ചിമട അല്ലെ. പ്ലാച്ചിമടയില്
ഒരു ബഹുരാഷ്ട്ര കുത്തക കമ്പനി സ്ഥാപിച്ച കൊക്കോകോള ഫാക്ടറി അല്ലെ, അത് എങ്ങനെയാണ് ആ ഭാഗത്തുള്ള നമ്മുടെ പാലക്കാട് ജില്ലയിലെ പെരുമാട്ടി പഞ്ചായത്തിലെ ഭൂഗർഭ ജലം അടക്കം തുറന്നുകൊണ്ടായിരുന്നു അവരുടെ ഈ ഒരു കമ്പനി പ്രവർത്തിച്ചിരുന്നത് അല്ലെ. അപ്പൊ ആ ഭൂഗർഭ ജലത്തെ തുറന്നാൽ എന്തുണ്ടാകും അവസ്ഥ? ആ ഭാഗമൊക്കെ വരൾച്ചയിലായി, ഒരു പൊട്ട് കൃഷിയില്ലാണ്ടായി അല്ലെ. അപ്പൊ അങ്ങനെ അവർ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചിരുന്നു. അപ്പൊ അതിനെതിരെ സംയുക്തമായി നടന്ന ഒരു പ്രക്ഷോഭമാണ് 2002 ഈ ഒരു സമരം ആരംഭിച്ചത്. മയിലമ്മയാണ് ഈ ഒരു സമരത്തിന് പ്രധാനമായിട്ടും നേതൃത്വം കൊടുത്തത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക അല്ലെ. അപ്പൊ നമ്മൾ നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് സ്കിപ്പ് ചെയ്ത് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് വന്നു. നമ്മൾ അടുത്ത ടോപ്പിക് വിദൂര സംവേദനമാണ് അല്ലെ. നോക്കിക്കോളൂ, ഒരു വസ്തുവിനെയോ ഒരു പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം. ശരിയാണോ? ശരിയാണ് അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ തന്നെയാണ് വിദൂര സംവേദനത്തിന്റെ അല്ലെ. ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ എന്തോ ആയിക്കോട്ടെ, അതിനെ ഒന്നും നമ്മൾ സ്പർശിക്കാതെ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളെയും എല്ലാ വിവരങ്ങളെയും ശേഖരിക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിദൂര സംവേദനം എന്ന് പറയുന്നത്. വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണമാണ് സംവേദകങ്ങൾ. ശരിയാണോ? അതും ശരിയാണ്. ക്യാമറ, സ്കാനർ എന്നിവ സംവേദകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ശരിയല്ലേ? അതും വളരെ ശരിയാണ്. സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലം എന്ത് പേരിൽ അറിയുന്നു? പ്ലാറ്റ്ഫോമുകൾ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. എന്ത് പേരിൽ അറിയപ്പെടുന്നു? പ്ലാറ്റ്ഫോമുകൾ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ് അല്ലെ. നമ്മുടെ ഇന്ത്യയിലെ വിദൂര സംവേദനം വളരെയധികം സ്കോപ്പ് ഉണ്ട് അല്ലെ. വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ ഒരു പ്രതിഭാസത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കാൻ അതിന് സ്പർശബന്ധമില്ലാതെ സംവേദനങ്ങളിലൂടെ, ക്യാമറയിലൂടെയും സ്കാനറിലൂടെയും ഒക്കെ സാധ്യമാക്കുന്ന ഒരു രീതിയാണ്. ഇതിൽ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണ രീതി തുടങ്ങിയത് നമ്മൾ 1960 മുതൽക്കാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക അല്ലെ. റിമോട്ട് സെൻസിങ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരും. വിമാനങ്ങള്, ബലൂണുകൾ, ഉപഗ്രഹങ്ങൾ എന്നിവയിലൊക്കെ സംവേദകൾ നമുക്ക് സ്ഥാപിക്കാം. അങ്ങനെയാണ് നമ്മൾ പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഗ്യാദർ ചെയ്യണത് അല്ലെ. ഇനി ഊർജത്തിന്റെ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് ഈ ഒരു വിദൂര സംവേദനത്തെ തന്നെ പ്രത്യക്ഷ വിദൂര സംവേദനം എന്നും അതേപോലെ തന്നെ പരോക്ഷ വിദൂര സംവേദനം എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആകാശീയ സർവേ നടത്തുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജൻസികൾ ഏതെല്ലാമാണ്? ഇന്ത്യയിൽ ആകാശീയ സർവേ നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ആകാശീയ സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ബഹിരാകാശ പര്യവേഷണം അല്ലെ. അതിനു വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജൻസികൾ ഏതെല്ലാമാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ഇന്ത്യൻ വ്യോമസേനയാണോ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്, ആ ദൗത്യം ഏറ്റെടുക്കുന്നത്? എയ്റോസ്പേസ് കമ്പനികളാണോ? നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റേഴ്സ് ആണോ? ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം? എല്ലാവരും ശരി ഉത്തരം കമന്റ് ചെയ്തിട്ടുണ്ട്. സുനിൽ, ശ്രീജ മുകുന്ദൻ, സജിത്, അതുപോലെ തന്നെ അനിത, എല്ലാവരും പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇവയെല്ലാം ഇന്ത്യൻ വ്യോമസേന, എയ്റോസ്പേസ് കമ്പനി, നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ, ഇവയെല്ലാം തന്നെ എന്താ ചെയ്യുന്നത്? ആകാശീയ സർവേ നടത്താനായിട്ട് ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുള്ള ഏജൻസികളാണ് ഇന്ത്യൻ വ്യോമസേന, എയ്റോസ്പേസ്, നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, GPS-മായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ വിലയിരുത്തുക അല്ലെ. GPS-മായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ നോക്കൂ. എന്താണ് GPS? നമുക്ക് ആദ്യം നോക്കാം അല്ലെ. നോക്കൂ, ഭൗമോപരിതലത്തിലെ വസ്തുക്കളും അക്ഷാംശ, രേഖാംശം, ഉയരം, സമയം എന്നിവയെല്ലാം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് GPS. ശരിയല്ലേ? ശരിയാണ്. അടുത്തത്, അമേരിക്കൻ ഐക്യനാടുകളിലാണ് ഇതിന് തുടക്കം കുറിച്ചത്. വളരെ ശരിയാണ്. അമേരിക്കയിലാണ് ആദ്യമായിട്ട് ഇതിന്റെ തുടക്കം. GPS സംവിധാനം പൊതുജനങ്ങൾക്കായി ലഭ്യമായി തുടങ്ങിയത് എപ്പോഴാണ്? അത് 1900
1980 മുതൽക്കാണ്. ഉറപ്പല്ലേ? അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ്. GPS-ഉമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. GPS-ന് സമാനമായി ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹ അധിഷ്ഠിത ഗതി നിർണയ സംവിധാനമാണ് ഡാഷ്. ഏതാണത്? അതായത് ഈ പറയുന്ന GPS-ന് അല്ലെ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിന് സമാന്തരമായിട്ട് അല്ലെങ്കിൽ അതിന് സമാനമായിട്ട് ഇന്ത്യ സ്വന്തമായിട്ട് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഉപഗ്രഹത്തിനെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള ഗതി നിർണയ സംവിധാനം ഈ താഴെ പറയുന്നതിൽ ഏതാണ്? IRNS, NAVIC, NRSC ഇവയൊന്നുമല്ല. ഏതാണ് ഇത് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം അല്ലെ? ഏതാ? ആരൊക്കെയാ പറഞ്ഞ്? സജിത്ത് പറഞ്ഞു, വൈഷ്ണവി, സുമയ്യ, SJ മ്യൂസിക് എല്ലാവരും ശരി ഉത്തരാണ് പറഞ്ഞത്. ഓപ്ഷൻ എ ആണ്. IRNSS ആണ് ശരിയായ ഉത്തരം അല്ലെ? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിന് സമാനമായിട്ട് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ് IRNS അല്ലെ? ഏത് വർഷമാണ്? 2013 ജൂലൈ 1 അല്ലെ? 2013 ജൂലൈ 1 ഇത് നിലവിൽ വരുന്നത് അല്ലെങ്കിൽ ഇത് വികസിപ്പിച്ചെടുത്തത്. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട സംവിധാനം ഏതാണ് എന്ന് കണ്ടെത്തുക അല്ലെ? നോക്കൂ, സ്വന്തം ഉപഗ്രഹങ്ങൾ മാത്രം പ്രയോജനപ്പെടുത്തി ഇന്ത്യൻ മേഖലയുടെ സമ്പൂർണമായ ഭൂപട നിർമ്മാണം എന്ന ISROയുടെ ഉപഗ്രഹാധിഷ്ഠിതമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇത്. അടുത്തത്, 2009 ഈ സംവിധാനം പ്രവർത്തനം ആരംഭിച്ചത്. അടുത്തത്, അടിസ്ഥാനപരമായി ഇതൊരു റിമോട്ട് സെൻസിങ് ഇമേജ് പോർട്ടൽ ആണ്. ഏതാണ്? ചോദ്യം കംപ്ലീറ്റ് ചെയ്യാത്തതിന് മുമ്പ് തന്നെ നിങ്ങൾ എല്ലാവരും ആൻസർ പറഞ്ഞിരിക്കുകയാണ്. വെരി ഗുഡ്, വെൽ ഡൺ ഓൾ ഓഫ് യു. നന്നായി പഠിക്കുക കേട്ടോ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. ഭുവൻ എന്നാണ് ആ ഒരു പോർട്ടലിന്റെ പേര് അല്ലെ? സ്വന്തം ഉപഗ്രഹങ്ങൾ മാത്രം പ്രയോജനപ്പെടുത്തിയിട്ട് ഇന്ത്യൻ മേഖലയുടെ സമ്പൂർണമായ ഭൂപട നിർമ്മാണം എന്ന് പറയുന്ന ISROയുടെ ഉപഗ്രഹാധിഷ്ഠിതമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഭുവൻ എന്ന പേരില് അറിയപ്പെടുന്നത്. ഭുവനാണ് ശരിയായ ഉത്തരം അല്ലെ? സ്കൂൾ ഭുവൻ എന്ന് പറഞ്ഞാൽ അതൊരു സ്കൂൾ ഭുവൻ എന്താണ്? അതൊരു ലേണിംഗ് സംവിധാനത്തിന്റെ പേരാണ് സ്കൂൾ ഭുവൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പോ സ്കൂൾ ലേണിംഗ് അതായത് NCERT-യുടെയും അതുപോലെ തന്നെ ISROയും കൂടി സമഗ്രമായി കൊണ്ടുവന്നിട്ടുള്ള ഒരു പരിപാടിയാണ് സ്കൂൾ ഭുവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ലേണിംഗ് പ്രോഗ്രാം. അടുത്തത്, ഭൂവിവര വ്യവസ്ഥ GIS-മായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്നും തെറ്റായവ കണ്ടെത്തുക അല്ലെ? നോക്കൂ, തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാന്ന്? വിദൂര സംവേദന മാർഗങ്ങളിലൂടെയും അല്ലാതെയും ലഭിക്കുന്ന ഭൂവിവരങ്ങൾ വിശകലനം ചെയ്ത് പട്ടികകൾ, ഗ്രാഫുകൾ എന്നിവ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഭൂവിവര വ്യവസ്ഥ അല്ലെ? ശരിയല്ലേ? ശരിയാണ്. സ്ഥാനീയ വിവരണങ്ങൾ, വിശേഷണങ്ങൾ എന്നിവ GIS-ഉമായിട്ട് ബന്ധമില്ലാത്തത് ആണ്. ശരിയാണോ? ഈ പ്രസ്താവന തെറ്റാണ്. കാരണം സ്ഥാനീയ വിവരങ്ങളും വിശേഷണങ്ങളെയും എല്ലാത്തിനെയും അടിസ്ഥാനമാക്കിയാണ്, സ്ഥാനീയ വിവരങ്ങളും ഈ പറയുന്ന വിശേഷണങ്ങൾ എല്ലാത്തിനെയും അടിസ്ഥാനമാക്കിയാണ് അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചാണ് ആര് പ്രവർത്തിക്കുന്നത്? അല്ലെങ്കിൽ GIS-ന്റെ നിർണയം. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അടുത്തത് നോക്കൂ, നിയതമായ അക്ഷാംശ രേഖാംശ സ്ഥാനമുള്ള ഭൗമോപരിതല സവിശേഷതകളാണ് സ്ഥാനീയ വിവരങ്ങൾ അല്ലെങ്കിൽ GIS എന്ന് അറിയപ്പെടുന്നത്. അത് ശരിയായ പ്രസ്താവനയാണ്. ഭൂപടങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് ഇത് ഉപയോഗപ്പെടുത്തുന്നു. അതും ശരിയല്ലേ? അതും ശരിയാണ്. ചോദ്യം എന്തായിരുന്നു?
തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ഭൂവിവര വ്യവസ്ഥ അഥവാ GISമായി തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് അല്ലെ? ഏതാണത്? രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റ്. കാരണം സ്ഥാനീയ വിവരങ്ങളുടെയോ അടിസ്ഥാന വിശേഷണങ്ങളുടെയോ ഒക്കെ അതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഭൂവിവര വ്യവസ്ഥ അല്ലെങ്കിൽ GIS കണ്ടുപിടിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ ഭൂപടങ്ങളും അതുപോലെ തന്നെ പട്ടികകളും ഗ്രാഫുകളും എല്ലാം നിർണ്ണയിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. 2 മാത്രമാണ് ഇതിൽ തെറ്റായ പ്രസ്താവന. അടുത്ത ചോദ്യം, ആകാശീയ വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ട്, വേദനയല്ല കേട്ടോ, വേദനവുമാണ്, ചെറിയൊരു വുമായിട്ട്, യു അല്ല, വേദനയല്ല, വേദനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടുപിടിക്കുക. നോക്കൂ, നമ്മുടെ പ്രസ്താവനകൾ. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിനാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്. ശരിയല്ലേ? അത് ശരിയാണ്. വിമാനങ്ങളിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടെ ആകാശത്ത് നിന്നും ചിത്രങ്ങൾ പകർത്തുന്നു. ശരിയാണോ? ശരിയാണ്. ഓവർലാപ്പോട് കൂടിയ ഒരു ജോലിയല്ല, ഒരു ജോഡിയാണ് കേട്ടാ, ജോലിയല്ല, തെറ്റിപ്പോ, ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണേ, ക്ഷമിക്കണേ. ഒരു ജോഡിയാണേ. ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളെ സ്റ്റീരിയോ പെയർ എന്നാണ് പറയുന്നത്. അതും ശരിയാണ്. ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ആകാശീയ ചിത്രങ്ങളാണ് അല്ലെ? ധരാതലീയ ഭൂപടങ്ങൾ എന്താണ്? നമ്മളൊരു ഭൂപടത്തിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അടയാളപ്പെടുത്തുന്ന ഒരു ഭൂപടമാണ് ധരാതലീയ ഭൂപടം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോ ഈ ധരാതലീയ ഭൂപട ചിത്രങ്ങൾ നിർമ്മിക്കാനും നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? ആകാശീയ ചിത്രങ്ങളുടെ സഹായത്തോടെയാണ്. അപ്പൊ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം എന്താണ്? എല്ലാം ശരിയാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഉപഗ്രഹ വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ വിലയിരുത്തുക. നോക്കൂ, ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. ശരിയല്ലേ? ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാല് ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. നമുക്കറിയാം, ഉപഗ്രഹങ്ങളില് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളും ഉണ്ട്, പിന്നെ എന്തുണ്ട്? സൗരസ്ഥിര ഉപഗ്രഹങ്ങളും കൂടി ഉണ്ട് അല്ലെ? നോക്കൂ, വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നവയാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ശരിയാണോ? അല്ല. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതിക്കും വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ഉപഗ്രഹങ്ങളാണ് ഏത്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ അല്ലെ? കാലാവസ്ഥയൊക്കെയുമായി ബന്ധപ്പെട്ട, അന്തരീക്ഷ സ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ആണ്. IRS അതുപോലെ തന്നെ ലാൻഡ്സാറ്റ് എന്നിവ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്. ശരിയാണോ? ശരിയാണ്. അടുത്തത് നോക്കൂ, ഇൻസാറ്റ് ഭൂസ്ഥിര ഉപഗ്രഹത്തിന് ഒരു പ്രധാനപ്പെട്ട ഉപഗ്രഹമാണ്, ശരി, ഉദാഹരണമാണ്. അതും വളരെ ശരിയാണ്. ഇൻസാറ്റുകളെല്ലാം ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അത് നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ സ്വാഭാവിക അന്തരീക്ഷ സ്ഥിതിയിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായിട്ടുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം അനലൈസ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ട് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ശരിയായ പ്രസ്താവനകൾ അല്ലെ? ഏതൊക്കെയാണ്? 1, 3, 4 ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ അയോലോഹങ്ങൾക്ക് ഉദാഹരണം കണ്ടുപിടിക്കുക അല്ലെ? അപ്പൊ നമ്മൾ നമ്മുടെ അടുത്ത ടോപ്പിക് ആയിട്ടുള്ള ധാതുക്കൾ എന്ന് പറയുന്ന ഭാഗത്തിലോട്ട് അങ്ങോട്ട് കടന്നു അല്ലെ, ചാടിക്കടന്നു. നോക്കാം നമുക്ക്. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്ന് അയോലോഹങ്ങൾക്ക് ഉദാഹരണം കണ്ടുപിടിക്കുക. ഏതൊക്കെയാണ് ഇതില് അയോലോഹങ്ങള് അല്ലെ? നമുക്കറിയാം, ലോഹധാതുക്കളെ തന്നെ നമ്മൾ 2ആയി തരംതിരിക്കും അല്ലെ? ഏതൊക്കെയാണ്? അയോധാതുക്കളും അതുപോലെ തന്നെ അയോരഹിത ധാതുക്കളും.
അല്ലെ? നമുക്ക് പറയാം, ആ പേര് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അയോധാതുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇരുമ്പിന്റെ അംശമുള്ള ധാതുക്കളെ നമ്മൾ അയോധാതുക്കൾ എന്നും, ഇരുമ്പിന്റെ അംശമേ ഇല്ലാത്ത ധാതുക്കളെ അയോരഹിത ധാതുക്കൾ എന്നും പറയുന്നു. അതിനാൽ പറഞ്ഞേ, ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് അയോലോഹങ്ങൾക്ക് ഉദാഹരണം എന്ന്? ബോക്സൈറ്റ്, മാംഗനീസ്, ഇരുമ്പ്, ചെമ്പ്. ഏതൊക്കെയാണ് അയോലോഹങ്ങൾക്ക് ഉദാഹരണം? ഏതൊക്കെയാണ്? ഏതിലൊക്കെയാണ് ഇരുമ്പിന്റെ അംശം കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക? ആരും ഉത്തരം പറഞ്ഞില്ലേ? ഇവയെല്ലാമാണോ? അല്ല. ഏതൊക്കെയാണ്? മാംഗനീസും അതുപോലെ തന്നെ ഇരുമ്പും. നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഏതൊക്കെയാണ്? മാംഗനീസ്, ഇരുമ്പ് മുതലായവയാണ് പ്രധാനപ്പെട്ട അയോലോഹങ്ങൾക്ക് ഉദാഹരണം. അല്ലെ? നമുക്ക് ലോഹധാതുക്കളെ രണ്ടായി തരംതിരിക്കാം. അയോധാതുക്കൾ എന്നും അയോരഹിത ധാതുക്കൾ എന്നും. അയണിന്റെ അല്ലെങ്കിൽ ഇരുമ്പിന്റെ അംശമുള്ളവയാണ് നമ്മൾ എന്ത് പറയണത്? അയോധാതുക്കൾ. ഇരുമ്പിന്റെ അംശം ഇല്ലാത്തവയാണ് നമ്മൾ എന്ത് പറയണത്? അയോരഹിത ധാതുക്കൾ. ഓക്കെ അല്ലേ? ചെമ്പും ബോക്സൈറ്റും ഒക്കെ എന്താണ്? അയോരഹിത ധാതുക്കൾക്ക് ഉദാഹരണങ്ങളാണ്. ഓർത്തു വെക്കണേ. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ ധാതുക്കളുടെ സവിശേഷതകളിൽ ശരിയായവ കണ്ടെത്തുക. ധാതുക്കളുടെ സവിശേഷതകൾ നോക്കൂ. ഓക്കെ ആണോ? നോക്കൂ. അപ്പൊ നോക്കൂ, ധാതുക്കൾ ഒരിക്കലും ക്രമമായിട്ടല്ല, അല്ലെ, ഒരു ഓർഡറിലല്ല കാണപ്പെടുന്നത്. അപ്പൊ ആദ്യത്തെ പ്രസ്താവന എന്താണ്? ശരിയാണ്, ധാതുക്കൾ ക്രമരഹിതമായിട്ടാണ് കാണപ്പെടുന്നത്. അടുത്ത നോക്കൂ, എല്ലാ ധാതുക്കളും കാലാന്തരത്തിൽ തീർന്നു പോകുന്നവയാണ്. ശരിയല്ലേ? എല്ലാ ധാതുക്കളും എന്താണ്? കാലാന്തരത്തിൽ, അല്ലെ, ഒരു ടൈം സ്ഫിയർ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നു? അത് തീർന്നു പോകുന്നവ ആണ്. അതും ധാതുക്കളെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ധാതുക്കൾ ആവശ്യാനുസരണം നമുക്ക് പുനഃസ്ഥാപിക്കാനായിട്ട് സാധിക്കും. പറ്റുമോ? ഇല്ല. ധാതുക്കളെ എന്ത് ചെയ്യാൻ സാധിക്കില്ല? നമുക്ക് ഇഷ്ടം പോലെ, നമുക്ക് എത്രയാണോ വേണ്ടത് ആ അളവില് നമുക്ക് സ്ഥാപിക്കാനായിട്ടോ അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാനായിട്ടോ ഒന്നും സാധിക്കില്ല. അപ്പൊ പ്രകൃതിയിൽ നിന്നുള്ള പ്രകൃതി പ്രതിഭാസം കൊണ്ട് പ്രകൃതിയാല് നമ്മുടെ ഭൂമിയിൽ കാണുന്ന, നമ്മുടെ മണ്ണിനോട് അലിഞ്ഞു ചേർന്നിരിക്കുന്നവയാണ് പ്രധാനപ്പെട്ട ധാതുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? 1ഉം 2ഉമാണ് ശരി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ധാതുക്കളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സവിശേഷതകൾ. അല്ലെ? നമുക്ക് എന്താ ചെയ്യാനായിട്ട് പറ്റുക? ഈ ധാതുക്കളെ നമുക്ക് ഇഷ്ടം പോലെ എത്ര വേണോ അത്രയ്ക്ക് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല? പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ല. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ വളരെ 100% ഷുവർ ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഭാവി തലമുറയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവർക്കും കൂടി ആവശ്യം ഉണ്ട്, അല്ലെങ്കിൽ അവർക്കും കൂടി ഇത് ഉപയോഗം വരും എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അതിന്റെ ദുരുപയോഗത്തെ കുറച്ചുകൊണ്ട് നമുക്കതിനെ സംരക്ഷിക്കാം. അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഭൂമിയിൽ പല തരത്തിലുള്ള, അല്ലെങ്കിൽ പല ക്വാളിറ്റിയും പല ക്വാണ്ടിറ്റിയും കൂടിയിട്ടുള്ള ധാതുക്കളെല്ലാം അവൈലബിൾ ആണ്, അല്ലെ? അപ്പൊ അവയെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് ആവശ്യാനുസരണം ഉപയോഗിച്ചിട്ട് നമ്മൾ മെച്ചപ്പെടുത്തി വെക്കുക എന്നല്ലാണ്ട് നമുക്ക് ഇഷ്ടം പോലെ എന്ത് ചെയ്യാൻ സാധിക്കില്ല? അതിനെ ഒരിക്കലും പുനഃസ്ഥാപിക്കാനായിട്ട് സാധിക്കില്ല. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്ന പ്രസ്താവനകൾ വേഗം വായിക്കുക. അതിലെ തെറ്റായവ മാത്രം ഒന്ന് തിരഞ്ഞെടുക്കുക കേട്ടാ. നോക്കിക്കോളൂ. പെട്രോളിയം നിക്ഷേപങ്ങൾക്ക് പ്രസിദ്ധമായ സംസ്ഥാനമാണ് ബീഹാർ. ശരിയാണോ? പെട്രോളിയം നിക്ഷേപത്തിന് പ്രസിദ്ധമായ സ്ഥലം ബീഹാർ അല്ല. ഏതാണ്? ഗുജറാത്ത് ആണ്, അല്ലെ? ഗുജറാത്ത് ആണ് പെട്രോളിയം നിക്ഷേപങ്ങൾക്ക് പേര് കേട്ട ഇന്ത്യൻ സംസ്ഥാനം. അടുത്ത നോക്കൂ, സിമന്റ് വ്യവസായത്തിലെ അസംസ്കൃത വസ്തുക്കളാണ് ഡോളമൈറ്റും അതേപോലെ തന്നെ ചുണ്ണാമ്പ് കല്ലും. ശരിയല്ലേ? അതും ശരിയാണ്. ഇനി അടുത്തത്, ലിഗ്നൈറ്റ് നിക്ഷേപത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് നെയ്വേലി. ശരിയാണോ? അതും ശരിയാണ്. ഓക്കെ അല്ലേ? അടുത്തത് നോക്കൂ, മോണോസൈറ്റ്, തോറിയം എന്നിവയുടെ നിക്ഷേപങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? അത് നമ്മുടെ സ്വന്തം കേരളമാണ്. ശരിയല്ലേ? അതും ശരിയായ പ്രസ്താവനയാണ്.
ചോദ്യം എന്താണ്? തെറ്റായ വസ്തുത ഏതാണെന്ന് മാത്രമാണ്. നമ്മുടെ ഉത്തരം ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ്. ഇതിലെ 1 മാത്രമാണ് തെറ്റായ പ്രസ്താവന. അല്ലെ? പെട്രോളിയം നിക്ഷേപങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ഗുജറാത്ത് ആണ്. ഓക്കെ അല്ലേ? നന്നായി പഠിക്കുക. അപ്പൊ നമ്മുടെ ക്ലാസ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ നമ്മൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് 30 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നന്നായി പഠിക്കുക. വളരെ എഫക്റ്റീവ് ആണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ തരുന്ന ടൈം ടേബിൾ പ്രകാരം ഫോളോ ചെയ്ത് വന്നാൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾ അടുത്ത എക്സാമിൽ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രതീക്ഷയോടുകൂടി നന്നായി പഠിക്കുക. വിജയം സുനിശ്ചിതമാണ്. അപ്പൊ നമ്മുടെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് നമ്മുടെ ഡേ 28 നമുക്ക് നാളെ കാണാം. എല്ലാവരും നന്നായി പഠിക്കുക. അല്ലെ? നന്നായി പഠിക്കുക എന്നാൽ നമ്മളെ കൊണ്ട് പറ്റും. അല്ലെ? നമ്മളെ കൊണ്ടേ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലോർത്തുകൊണ്ട് പഠിക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ അറിവിന്റെ പേടകം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുതേ. എങ്കിൽ മാത്രമാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് ഡേ 28 എക്സാമുമായിട്ട് നമുക്ക് നാളെ കാണാം. നാളത്തെ വിഷയങ്ങളൊക്കെ വൃത്തിയായി പഠിച്ചു വരിക. താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച്.